നല്ല അടിപൊളി നാടൻ ഊണും പൊരിച്ച മീനൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് രവീന്ദ്രൻ ചേട്ടന്റെ കടയിലോട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് രവീന്ദ്രൻ ചേട്ടൻ. ഇന്ന് ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം പോകുമ്പോ അവിചാരിതമായിട്ട് കണ്ടൊരു ഷോപ്പാണ് ഇത് കേട്ടോ. ഒരു നാടൻ കട. ഞാൻ ഏതാണ്ട് 12 മണിക്കാണ് കേട്ടോ അവിടെ ചെന്നത്. അപ്പൊ ആ ചേട്ടൻ പുറത്ത് ജ്യൂസ് അടിച്ചു കൊടുക്കുമായിരുന്നു. അവിടെ കരിമ്പ് ജ്യൂസും നാളികേരം ഒക്കെ ഉണ്ട് കേട്ടോ. 12 മണിയായതോടെ തന്നെ ഊണിന്റെ പരിപാടി അവിടെ നടക്കുന്നുള്ളൂ. മീനൊക്കെ പൊരിക്കുന്നുള്ളൂ കേട്ടോ. രവീന്ദ്രൻ ചേട്ടൻ 15 വർഷമായിട്ട് ഈ ഫുഡിന്റെ പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഊണിന്റെ സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് അവിടെ തോന്നിയത് കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവിടെ എല്ലാ മീനും കൂടി ഒരു മസാല ഇട്ട് പൊരിക്കുകയായിരുന്നു കേട്ടോ. വളരെയധികം മീൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന അവരുടെ സ്പെഷ്യൽ ഒരു മസാലയാണ് കേട്ടോ. അതിനെല്ലാ മീനും കൂടി ആ മസാലയാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ മീന് പൊരിച്ചിട്ടുള്ള മണം വേറെ ലെവലായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനെല്ലാം രവീന്ദ്രൻ ചേട്ടന് സഹായമായിട്ടുള്ളത് ഭാര്യയും ഭാര്യയുടെ സഹോദരിയാണ് കേട്ടോ. ഇത്ര വയസ്സായിട്ടും രവീന്ദ്രൻ ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉഷാറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല തുടയ്ക്കുന്നു, ഫുഡ് വിളമ്പുന്നു, എല്ലാം രവീന്ദ്രൻ ചേട്ടൻ തന്നെയാണ് കേട്ടോ. ഞാൻ പോയി ഇരുന്നപ്പോഴേക്കും ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. അപ്പൊ രവീന്ദ്രൻ ചേട്ടനാണെങ്കിൽ രവീന്ദ്രൻ ചേട്ടന്റെ പരിപാടികൾ നോക്കി തുടങ്ങിയിട്ടാ. അപ്പൊ എനിക്ക് ആദ്യം വന്നത് അച്ചാറായിരുന്നു, ഒരു നാടൻ അച്ചാറ്. പിന്നെ വന്നത് ഒരു പയറുപ്പേരി, പിന്നെ ഒരു മസാലക്കറിയും ചോറും. എല്ലാം നല്ല നാടൻ ടൈപ്പ് കറികളായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ടൈപ്പ് കറിയായിരുന്നു. മീൻചാറ് സാമ്പാറും ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയത് മീൻചാറായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് വാങ്ങിയത് ഒരു അയിലയാണ് കേട്ടോ. അയില കൂടാണ്ട് വേറെയും പല ടൈപ്പ് മീനുകളുണ്ട്. പക്ഷെ അയില എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അയില ഓർഡർ ചെയ്തത് കേട്ടോ. ചോറും ഈ മീനും കൂടി 90 രൂപയാണത്. ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ ആ ചോറും ആ മീൻകറിയും പിന്നെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊന്ന് കഴിച്ചു നോക്കി. ആ കറിയുടെ ഒക്കെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ആ കറികളൊക്കെ നമുക്കൊരു നാടൻ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫീലല്ല, വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടോ. ആ മീനിൻ്റെ ഒക്കെ ഫ്രഷ്നെസ് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ യൂസ് ചെയ്തിരിക്കുന്ന മസാല അതിൻ്റെ സ്പെഷ്യൽ മസാലയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരുന്നു. എനിക്ക് ആ മീൻചാറ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലൊരു പീസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ആ മസാലയും ചോറും കൂടി കൂട്ടി കഴിച്ചു നോക്കി. കിടിലനാണ്. പിന്നെ അവരുടെ മസാലക്കറിയാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയത്. മസാലക്കറി ഒരു നാടൻ മസാലക്കറി, നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ കിടിലൻ മസാലക്കറി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതും. പിന്നെ ആ പയറുപ്പേരി കേട്ടോ, അതൊരു അടിപൊളി സാധനമായിരുന്നു. ഞാൻ രണ്ടാമതും വാങ്ങിയ ആ പയറുപ്പേരി അത്രയധികം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ അച്ചാറും കഴിച്ചു നോക്കി. അച്ചാറൊക്കെ നാടൻ അച്ചാറായിരുന്നു കേട്ടോ. നമുക്കൊരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ അവസാനം ട്രൈ ചെയ്ത ആ ഫിഷാണ്. എൻ്റെ പൊന്നോ, ആ ഫിഷിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ. ഫ്രഷ് ഫിഷായിരുന്നു കേട്ടോ. അതിൻ്റെ മസാല ടെക്സ്ചറൊക്കെ നോക്കിയേ. അത് ആ ചോറിലോട്ട് വെച്ച് ആ ചോറും കൂട്ടി കഴിച്ചൊന്ന് കഴിച്ചു നോക്കിട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഒറ്റപ്പാലം ടു ഷൊർണൂരൊക്കെ പോവുകയാണെങ്കിൽ കൂനത്തറ എത്തുമ്പോൾ ഈ കടയൊന്ന് ശ്രദ്ധിച്ചോളണേ. ഈ കടയുടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കൂനത്തറ പത്തിപ്പാറയായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല നാടൻ ഊണും പിന്നെ മീൻ പൊരിച്ചതും മീൻചാറെല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വെറും 90 രൂപയ്ക്ക് മീൻ പൊരിച്ചതും ചോറും കൊടുക്കുന്ന കടകളുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതേപോലത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.